അപ്പോൾ ഇന്നത്തെ വീഡിയോ ചീര കൊണ്ടൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല രീതിയിലുള്ള ഒരു കറി എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ നോക്കാം. അതിനായിട്ട് ഒരു 300 ഗ്രാം ചീര എടുത്തിട്ടുണ്ട്. ഇത് ചുവന്ന ചീര ഉണ്ടോ, പച്ച ചീര ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇത് നല്ല കഴുകി വൃത്തിയാക്കി എടുത്താണ്. ഇനി ഇതൊന്ന് അരിഞ്ഞെടുക്കാം നമുക്ക്. ഇതേപോലെ ചെറുതാക്കിയുണ്ട് അരിഞ്ഞെടുക്കാം മൊത്തത്തിൽ. അപ്പോൾ ഇത് മൊത്തത്തിൽ നമ്മൾ ഈ ഒരു രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് മതി കേട്ടോ. ഇനി നമുക്കൊരു ചട്ടി വെച്ചെടുക്കാം. ചട്ടി ഒന്ന് ചൂടായാൽ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ആണെങ്കിൽ ഏറ്റവും നല്ല കേട്ടോ. ഇതിലേക്ക് ഒരു 10ഓളം ചെറിയുള്ളി നൈസാക്കി അരിഞ്ഞതാണ്, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചെറുതാക്കി ഒന്ന് മൂപ്പിച്ചെടുക്കാം. അത് ചെറുതായിട്ട് മൂത്ത് വന്നാൽ നമ്മൾ അരിഞ്ഞു വെച്ച ചീര ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് ഇളക്കിയെടുക്കുക. അപ്പോൾ അത് ഇളക്കിയെടുത്ത് ചൂടൊക്കെ തട്ടുമ്പോൾ തന്നെ ഇതൊന്ന് ഒതുങ്ങി വരും കേട്ടോ. അതോടുകൂടി തന്നെ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്തിട്ട് കാണും കേട്ടോ. നിങ്ങളെ സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ്, അതുകൊണ്ടാണ്. അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക, വീഡിയോ ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കുക കേട്ടോ എല്ലാവർക്കും. അപ്പോൾ കണ്ടില്ലേ, ഇത് നന്നായിട്ട് ഒതുങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ചിട്ട് ഒരു 3 മിനിറ്റോളം വേവിച്ചെടുക്കുക. ചീര ആയതുകൊണ്ട് അധികം വേവിക്കേണ്ട കാര്യമില്ല കേട്ടോ. ആ സമയം കൊണ്ട് മിക്സിയുടെ ഒരു ജാർ വെച്ചെടുത്തിട്ടുണ്ട്. ഒരു മുറി തേങ്ങ നമ്മൾ ചുരണ്ടി എടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 3 പച്ചമുളക് നടു കീറിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് അരഞ്ഞ് കിട്ടാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് മൂടി വെച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ, ഈ രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ചീര ഒരു 3 മിനിറ്റോളം നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇലക്കറി ആയതുകൊണ്ട് തന്നെ കൂടുതൽ വേവായിരിക്കണതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഇനി ഈ അരപ്പ് ഇതിലേക്കാണ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇത് മിക്സിയുടെ ജാറ് ചുഴറ്റിയെടുത്ത വെള്ളമാണ്, അതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഒരു കപ്പോളം വെള്ളം ഉണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് ഇങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ തന്നെ നല്ലൊരു കളറല്ലേ, ചുവന്ന ചീര ആയതുകൊണ്ട് നല്ലൊരു കളറാണ് കേട്ടോ കാണാനും, അതേപോലെ തന്നെ കഴിക്കാനും നല്ല രുചിയാട്ടോ. കറി ആയതുകൊണ്ട് കുറച്ചുകൂടെ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു കപ്പ് കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു ലിറ്റർ വെള്ളത്തിൻ്റെ അടുത്ത് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി തേങ്ങ ഒഴിച്ചുകൊണ്ട് ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നാൽ മതി. കണ്ടില്ലേ, ഇതേപോലെ ഒന്ന് തിള വന്നു കഴിഞ്ഞാൽ തീ ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ സ്പെഷ്യലായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു 1/2 കപ്പ് തൈരും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണ്ടേ. പാത്രം ഒന്ന് ചുഴറ്റിയെടുത്ത കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണ്ടേ. ഇത് പിന്നെ നന്നായിട്ടുണ്ട് മിക്സ് ചെയ്തെടുക്കുക. അതേപോലെ നന്നായിട്ടുണ്ട് മിക്സ് ആയിക്കോട്ടെ. ഇപ്പോൾ തന്നെ എന്താ കളറെന്നറിയോ, അതേപോലെ ടേസ്റ്റ് ആണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. 1.5 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കണ്ടേ. ഇതൊന്നും കൊണ്ട് ഇളക്കിയെടുക്കുക അതേപോലെ. പിന്നെ ഇത് മൂടി വെച്ചിട്ട് നമുക്കിത് വാങ്ങി വെക്കാം കേട്ടോ. പിന്നെ കത്തിക്കേണ്ട കാര്യമില്ല. സ്റ്റവ് കത്തിച്ചതിന് ശേഷം ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായാൽ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഒരു 3 വറ്റൽമുളക് ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു 2 കറിവേപ്പില കൂടി ഇട്ടെടുത്തിട്ട് ഒന്നുകൊണ്ട് ഇളക്കിയെടുത്തതിന് ശേഷം നമ്മൾ ആ കറിയിലേക്കാണ്ട് ഒഴിച്ചു കൊടുക്കുക. അടിപൊളിയല്ലേ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല രുചിയായിട്ടുള്ളൊരു കറി റെഡി ആയിട്ടുണ്ട്. ചോറിനൊക്കെ ഇത് മാത്രം മതിയിട്ട് കഴിക്കാൻ, അത്രയ്ക്ക് രുചിയാണ്. നമ്മൾ ആ തൈര് ചേർത്തുകൊണ്ട് അതിൻ്റെ ചെറിയ പുളി കൂടി ഉണ്ടെങ്കിലുണ്ടല്ലോ, ഒന്നും പറയാനില്ല കേട്ടോ. ഇതിലൊരു പാത്രത്തിലേക്കാണ് മാറ്റുക. അപ്പോൾ സംഗതി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ചീര കൊണ്ട് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള കറി നിങ്ങൾ കണ്ടില്ലേ, ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ ഒന്ന് ഫോളോ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.